പ്രജാവത്സലരെ, നാം മഹാബലി ചക്രവർത്തി പൂർവികമായ കേരള സാമ്രാജ്യം ഭരിച്ചിരുന്ന രാജാവ് നാം ഈ ഭൂലോകത്തിലേക്ക് വന്നിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞിരിക്കുകയാണ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുള്ള എല്ലാ മലയാളികളെയും സന്ദർശിച്ചു. നാം കേരളത്തിലും പോയിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ആയിട്ട് റഷ്യയിലായിരുന്നു. അവിടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഓണപരിപാടി, മലയാളികളുടെ ഓണപരിപാടികളെ സംബന്ധിച്ചപ്പോൾ അദ്ദേഹമായിട്ട് കൂടിക്കാഴ്ച നടത്തുവാനായിട്ട് സാധിച്ചു.
അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ മലങ്കര ഓർത്തഡോക്സ് ചർച്ച് മെൽബണിലെ ഓണത്തിൽ പങ്കെടുക്കുന്ന വിവരം ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, എൻ്റെ എല്ലാ ഓണാശംസകളും അനുഗ്രഹങ്ങളും അവർക്ക് നൽകണം എന്നാണ്. ഞാനത് നിങ്ങളുടെ വികാരിയച്ഛനെയും നിങ്ങളെയും അറിയിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്, ഇവിടെ ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. ആ സദ്യയുടെ പേര്, അല്ലെങ്കിൽ സാധാരണ അതിനൊരു വിളിപ്പേര് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. ഓണസദ്യ എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ നല്ല രീതിയിൽ, അതായത് ഒരു രാജ്യത്തിലെ ജനങ്ങൾ അവരാഗ്രഹിക്കുന്ന രീതിയിൽ എപ്രകാരം ഒരു ഭരണാധികാരി അവരെ നയിക്കണം, അവരെ ഭരിക്കണം എന്ന് ചിന്തിച്ചിരുന്നതുപോലെ സമാധാനത്തിലും സന്തോഷത്തിലും സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും എല്ലാവരെയും ഒരേപോലെ കണ്ട് ഭരിച്ചിരുന്ന മഹാബലി എന്ന ചക്രവർത്തിയാകുന്ന നമ്മെ ഒരു ദിവസം കുള്ളനായ ഒരു മനുഷ്യൻ വാമനൻ നമ്മുടെ അടുക്കൽ വന്നു. നമ്മോട് 3 അടി മണ്ണാണ് ആവശ്യപ്പെട്ടത്. നാം അത് സന്തോഷത്തോടു കൂടി സമ്മതിച്ചു. ഒരടി അളന്നു, രണ്ടാമത്തെ അടി അളന്നു. അപ്പോഴേക്ക് 7 ലോകവും അളന്നു കഴിഞ്ഞിരുന്നു. 3-ാമത്തെ അടി വയ്ക്കുവാൻ മറ്റൊന്നും ബാക്കിയില്ലാത്തതുകൊണ്ട് നാം നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മുടെ ശിരസ്സ് നമിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത്. ആ സമയത്ത് തന്നെ അദ്ദേഹം നമ്മെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുവാനായിട്ടുള്ള ശ്രമവും ആരംഭിച്ചു. ഇതിന് മുമ്പായിട്ട് അദ്ദേഹം നമുക്കൊരു വരം തന്നു. എല്ലാ വർഷവും തിരുവോണനാളിൽ ഭൂമിയിലേക്ക്, പാതാളത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരാം, നിങ്ങളുടെ പ്രജകളെ എല്ലാവരെയും കാണാം, അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാം, അവരോടൊപ്പം സമയം ചെലവഴിക്കാം എന്ന്. അതിൻ്റെ ഭാഗമായിട്ടാണ് നാം ഇന്നിവിടെ എത്തിച്ചേർന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത്, നീതിമാനായിരുന്ന ഒരു ചക്രവർത്തിയെ നീ അത്ര നല്ല രീതിയിൽ ഈ രാജ്യം ഭരിക്കണ്ട, ഇച്ചിരി കള്ളവും പൊളിവചനങ്ങളും കള്ളത്തരങ്ങളും അഴിമതിയും ധൂർത്തും ഒക്കെ ആയിട്ട് നീ അങ്ങ് ഭരിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ആണ് നമ്മെ വാമനൻ പാതാളത്തിലേക്ക് തള്ളിവിട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ആ നീതി മരിച്ച ദിവസം, അല്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെട്ട ദിവസം, സ്നേഹം മാറിപ്പോയ ദിവസം, സഹവർത്തിത്വം ഈ ലോകത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെട്ട ആ ദിവസം, ആ ദിവസത്തിൻ്റെ മരിച്ചടക്കാണ് അന്ന് നടന്നത്. തീർച്ചയായിട്ടും അങ്ങനെയെങ്കിൽ ഈ ഓണസദ്യ എന്ന് പറയുന്നത് ഒരു ശ്രാദ്ധ സദ്യയായിട്ടാണ് നാം കരുതുന്നത്. അതായത് നമ്മെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി വിട്ടു. എല്ലാ വർഷവും വരുമ്പോൾ ആ ശ്രാദ്ധ സദ്യ നടത്തി നിങ്ങൾ വളരെ സന്തോഷത്തിലും ക്ഷേമത്തിലും പണ്ട് ഭരിച്ചിരുന്നതായ നീതിമാനായ ചക്രവർത്തി അവനിപ്പോൾ അവൻ്റെ കോലം കണ്ടോ, അല്ലെങ്കിൽ അവനിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്, അവനെ കാണാനില്ലല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് വളരെ ആഹ്ലാദ തിമിർപ്പിൽ ഭക്ഷണമൊക്കെ തയ്യാറാക്കി ആട്ടവും പാട്ടവും ചെണ്ടമേളവും എല്ലാം ആയിട്ട് നിങ്ങൾ ഒരു കളിയാക്കുന്ന രീതിയിൽ നമ്മെ എതിരേറ്റ് അപ്രകാരം ചെയ്യുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെ ഒരു ശ്രാദ്ധസദ്യയാണെന്ന് നാം പറയും. എന്താണെങ്കിലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം നമ്മുടെ പ്രജാവത്സരങ്ങളെ കാണുവാനായിട്ട് വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഈ അവസരം അത് നാം തീർച്ചയായിട്ടും വിനിയോഗപ്പെടുത്തും. ഇനിയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ സ്നേഹത്തിൽ പങ്കാളികളാവാനുള്ള അവസരം നമുക്ക് ലഭിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസവും. ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ഈ ഇടവക, ഈ പള്ളി നടത്തുന്ന ഈ ഓണാഘോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും സന്തോഷവും സംതൃപ്തിയും സ്നേഹവും നിങ്ങളുടെ വികാരിയച്ഛനും കുടുംബത്തിനും
അദ്ദേഹത്തിനോടൊപ്പം സന്നിഹിതനായിരിക്കുന്ന നമ്മുടെ മുൻ വികാരി അച്ഛനും കുടുംബത്തിനും നിങ്ങൾക്കെല്ലാവർക്കും നേർന്നുകൊണ്ട് ഈ അടിയന്തര സദ്യ നമുക്ക് കെങ്കേമമായിട്ട് ഈ ശ്രാദ്ധസദ്യ കെങ്കേമമായിട്ട് ആഘോഷിക്കാം എന്ന് എല്ലാവരെയും ഉത്ബോധിപ്പിക്കുന്നു. ഏവർക്കും ഓണ ആശംസകൾ.
afternoon to one and all present here. Respected Achin, Trustee, Secretary, Managing Committee members, sponsors, guests, and to all my dear SGIOC family members. I know I stand between you and the delicious Sadhya, but before I let you all go, I'll be failing in my duty if I don't thank everyone for helping us putting this together. I stand here as a representative of Orthodox Couples Fellowship, and it's my proud privilege to deliver the vote of thanks on this August occasion of celebrating our tradition through Onam. Firstly, I would like to thank God Almighty for once again bringing us together under the same roof to celebrate our tradition. Secondly, our program is fully self-funded and sponsored by many of our sponsors. I would like to thank our title sponsor, IHM Australia, our co-sponsors, ALS Mortgage Solutions, Ethan Homes, Osphite Concrete Sleepers, Ideal Loans, Auto and Panel Guru, and Joy Groceries for their generous contribution which has made us run this program today. I would like to express my gratitude towards Councillor Mr. Hadi Saab, Mayor Karkaruk Ward, Kingston Council, who graced us with his presence on this occasion in spite of his busy schedule. Next, I would like to thank our Vicar, Reverend Father Sujin Varghese Achan, Trustee Lejichayan, Secretary Bijuchayan, and the Managing Committee members for your continued support throughout the decision-making process over the last few weeks. I would like to move on to our rock stars, the program participants. We had children as young as 3-year-old who put together an entertaining show and kept us wanting for more. Your enthusiasm and energy were infectious, and you brought a smile to everyone's face. A special thanks to the teachers and parents who have been a pillar of strength for their children and have always supported them in their artistic endeavors. They deserve a huge round of applause. Can you please? I think this thank you is mainly for applauding everyone. I would like the audience to cheer up so that we give thanks in a right way. My heartfelt gratitude goes to the program coordinators and volunteers for their personal sacrifices and tireless work that has been put to ensure every aspect of this event runs smoothly. I would like to specifically thank Christina Koshi for coordinating the Sunday school programs. Adutadai, I would like to extend a heartfelt thanks to Naisen Chayan from Rhythm Sounds, the unsung hero who have illuminated our stage and brought our performances to life today. Thank you very much, Naisen Chaya. And thanking the media committee, Vinu Koshi, Vipin Matthew, and Jacob Isaac for running through the photos and videos today. The traditional art of Chendamelam, it's not just about playing instruments, it's about carrying forward our rich cultural heritage and sharing it with the world. We are truly fortunate to have had the privilege of witnessing the performance today by Malayali Sports and Cultural Association led by Shibu Chayan. So on behalf of everyone present here today, I want to extend our heartfelt thanks to the Chendamelam team for your thunderous performance and Christina Koshi for coordinating them. Our dear Maveli Tambichayan, we are truly honored to have you today as our guest again, and your symbolic presence has added a touch of magic to our festivities. Thank you, Tambichaya, for once again being part of our program and for blessing us. I would like to extend a heartfelt gratitude to the photo booth setup team, Ludia, for their fantastic work in making our Onam program even more memorable. Her creativity and dedication have allowed us to freeze moments in time and take home tangible memories of this joyous occasion. Also thanking the Atapu setup team, Jibi, Grishma, Reenu and Rona for their exceptional work in creating this beautiful floral masterpiece right in front of us. Today's
Sadhya is arranged by Sehion Cafe. We express our gratitude to them. I would also like to extend my thanks to Sajichayan for organizing and coordinating this delicious Sadhya for us. We are going to be served the traditional Sadhya that embodies the spirit of abundance and togetherness. It is with immense gratitude that I extend my heartfelt thanks to the exceptional Sadhya setup team headed by Minsu Samuel, Jibu John and Sabu Chako. I know there is a well-organized, high-performing team of over 30 members behind the Sadhya. I cannot take everybody's name at this moment, but thank you everyone for your efforts. I'm sure your skills will fill our stomachs and our souls with happiness and contentment. Thank you once again. I would like to specifically call out my Onam committee team, Bessel, Joby Chayan and Jenny. With the late night meetings, hundreds of tasks, program coordination, Sadhya arrangement. Without you guys, we would not have pulled this through. They deserve a huge round of applause for their sacrifices and dedication to make this event a grand success. As we conclude our magnificent Onam celebration today, I would like to take a moment to express our heartfelt gratitude to the guiding stars of this event, our Master of Ceremony, Ryan and Nia. I would like to invite Achan to come forward and present our MCs with a small token of appreciation. Okay. Thank you, Nia. Thank you, Ryan. Thank you, Freddie Acha and Sujinacha. If I have missed anyone, I must say it's not intentional. I'm a human. I might have missed someone. I apologize in advance. Thank you for the opportunity that you have given to the Orthodox Couple Fellowship. And on behalf of myself and Bessel Raj, I would like to extend my heartfelt gratitude to each one of you who is present here today, our family members, our friends, community members. Your presence has enriched our celebration, and we hope to continue to have your support in the future. A big thank you to one and all present here once again. Thank you all.